കണ്ടിട്ട് പേടിയായ ആ ആവശ്യത്തിന്. ഉണ്ണിമുകുന്ദൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. നല്ല രസമായിരുന്നു കാണാൻ, ഇഷ്ടമായി. ഫാമിലിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത്തിരി കരുത്തുള്ളവർക്കാണെങ്കിൽ കാണാം. ഫൈറ്റ് തന്നെയാണ്. ഫൈറ്റ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു. ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ഇച്ചിരി ചെറിയൊരു ലാഗുള്ള, സെക്കൻഡ് ഹാഫ് അടിപൊളി. നല്ല ആക്ഷൻ ഉണ്ട്. ആക്ഷൻ കാണാൻ വേണ്ടി വരാം. അത്രേ ഉള്ളൂ. നൈസ് പടം. നല്ല ബഹളമാണോ? അതെ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒന്നും നോക്കാല്ലേ. ചോരപ്പുഴേ മാറിയിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാരും കില്ലും അനിമലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അപ്പുറമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പടം നല്ല രീതിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം. OTT കണ്ടാലും കാര്യമില്ല. OTT കാര്യമില്ല. ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട്? ഒരു വ്യത്യസ്ത റോളല്ലേ? നല്ല ലുക്ക്, നല്ല പ്രസൻസ് ഉണ്ട്. നല്ല പ്രസൻസ്. പിന്നെ അതില് വണ്ടികൾ അടിപൊളി. മൊത്തത്തിൽ അടിപൊളി പടം. എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ? കൊള്ളാം. കറക്റ്റ് എല്ലാം മാച്ചിങ് ആണ്. ഭയങ്കര വയലൻസ്. ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുമ്പോഴത്തെ ഫാമിലിയായിട്ട് അല്ല. എങ്ങനെയുണ്ട് ബ്രോ? എന്താണ് പൊളി. ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ടു. സെറ്റ് ആക്ഷനൊക്കെ? സെറ്റ് ആക്ഷൻസ്. സത്യം പറയാലോ, ഞാനിപ്പോ എന്താണ് കണ്ടത്? മിഖായില് കാണിച്ചത് എന്തോ ആയിരുന്നു സ്റ്റാർട്ട്. അതൊരു വില്ലന്റെ ഒരു റൈസ്. നമ്മൾ KGF കാണുന്ന റോക്കിയുടെ ഒരു റൈസ് പോലെ ഒരു റൈസാണ് നമ്മൾ ഇതിലും കണ്ടത്. പക്ഷെ മാർക്കുവിന്റെ ഇതില് റേറ്റഡ് ആണേലും പിള്ളേർക്ക് കാണാനൊന്നും പറ്റൂലെന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നല്ല. പിള്ളേർക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിഗംഭീരമായ എക്സ്ട്രീം വയലൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ കില്ലുന്ന സിനിമയിൽ അത് ഒരു മിഡ് വയലൻസ് ആയിരുന്നു. ബട്ട് മാർക്കൊന്ന് നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ 18+ ആയതുകൊണ്ട് പിള്ളേർ നിങ്ങളതൊന്നും കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും OTTയിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ തന്നെ പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ വെക്കായിരിക്കും. ബട്ട് ഇത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. ഏറ്റവും എന്റെ തല ഫുള്ള് ബ്ലാങ്ക് ആയി കിടക്കുക. അവസാനം എന്തോ എവിടെ നിന്നതുപോലെ. അപ്പൊ ബാക്കി ഇല്ലെന്ന് നമുക്ക് സംശയം വരും. പക്ഷെ നിങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് ഏറ്റവും അമ്മോ വേറെ ലെവല്. ഒരു കുറച്ച് സീൻസ് ഒക്കെ കണ്ടിട്ട് ഒരു ഇച്ചിരി KGF 5 വരുന്നുണ്ട്. ബട്ട് ഇത് അതിനും നെക്സ്റ്റ് ലെവലാണെന്ന് ഞാൻ പറയുന്നു. 100% ഞാൻ പറയുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നു, ഇറ്റ്സ് എ ഫ്രീക്കിംഗ് ബ്ലഡ് ബാത്ത് എന്ന് ഞാൻ പറയാണ്. ഇറ്റ്സ് എ ഫ്രീക്കിംഗ് ബ്ലഡ് ബാത്ത്. മസ്റ്റ് വാച്ച്. ഇതോടെ തന്നെ 2024 ഏറ്റവും ബെസ്റ്റ് പടം എന്ന് ഞാൻ പറയുള്ളൂ. വേറെ ലെവലാണ്. കിടില അഭിനയമാണ്. ബ്രൂട്ടലാണ്, ഭയങ്കര ബ്രൂട്ടലാണ്. എന്തായാലും ആക്ഷൻ പൊളിയാണ്. ഉണ്ണിമുകുന്ദൻ ജയിക്കും പോലെയല്ല. ആ സിനിമയിൽ ഉണ്ണിമുകുന്ദന്റെ പീക്കാണ് ഉള്ളത് പറയാം. ഒരു സ്റ്റെപ്പിൽ വെച്ചുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പറാണ്. അതൊക്കെ മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി. ചോരപ്പുഴ തന്നെയാണ്. പൊളിയാണ്. അല്ല, ഫാമിലിയായിട്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും എന്ന് കാണാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾക്കും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഇവിടെ ആക്ഷനേ ഉള്ളൂ. അതിൽ ഭയങ്കര ഓവറായി പോയി. വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എങ്ങനെയല്ല അപ്പുറത്തെ. അതെ, വയലൻസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭംഗിയുള്ള വയലൻസ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. പക്ഷേ ഒരു ഓവർ വയലന്റ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. മലയാള സിനിമയിൽ ഇതുവരെ വന്നതിലുള്ള ഏറ്റവും വയലന്റ് മൂവി ആയിരിക്കും. ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും പെർഫോമൻസ് ഒക്കെ, ആക്ഷൻ ഒക്കെ ഒരു 8 ഫൈറ്റ്. ആക്ഷൻ റേറ്റിംഗ് നല്ലതാണ്. വേറെന്താണ് എടുത്തു പറയാൻ? പടത്തിന്റെ ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ കൊള്ളതാണ്. ബട്ട് ഓവറോൾ ബെറ്റർ. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ ഈ ആക്ഷൻ കണ്ടുകൊണ്ടിരിക്കാനുള്ള എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ വയലൻസ് ആണ്. ബട്ട് സ്റ്റോറി ലൈനോട്ട് നോക്കുമ്പോഴത്തേക്ക് വയലൻസ് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളതാണ് ഒരു അവസാനം. ഇത് എന്താ പറയുന്നത്, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇത്. ആ ഒരു ഇത് വരുമ്പോൾ ഉള്ളൊരു നെഗറ്റീവ് ഒരു ഫീലിംഗ് ഉണ്ട്. പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല പടം. അമ്മാതിരി വയലൻസ്. ഇത് മലയാള സിനിമയിൽ അവർ പറയാനെല്ലാം കറക്റ്റ് ആയിരുന്നു. അമ്മാതിരി വയലൻസ് ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല പടം. സൂപ്പർ പടം. ഫാമിലി ഒന്നും കാണാൻ പറ്റത്തില്ല, അത്രമാത്രം വയലൻസ് ആണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു ബ്ലഡ് ബാത്ത് എന്ന് തന്നെ പറയാം നടക്കുന്നത്. അതിൻ്റെ അകത്ത് നടക്കുന്നത് വണ്ടർഫുൾ. നല്ലൊരു എക്സ്പീരിയൻസ് പടം. ഒരു രക്ഷയില്ല. നൈസ് പടം. കുഴപ്പമില്ലാത്ത പടം. ഭയങ്കര വയലൻസ് ആയിരുന്നു കേട്ടോ. വയലൻസ്
ഇത്ര വയലൻസ് വേറൊരു പടത്തിലും കണ്ടിട്ടില്ല മലയാള സിനിമയിൽ. സീൻ പടം എങ്ങനെയുണ്ട് സൂപ്പർ പടാട്ടോ, ചോര കൊണ്ടുള്ള ആറാട്ടാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സാധനം കേട്ടോ, നല്ല ബ്രൂട്ടലാണ്, ഫുൾ ബ്രൂട്ടലാണ്, ഹാർട്ടൊക്കെ പറിച്ചെടുക്കണം. സൂപ്പർ വയലൻസ് ആണ്, ഫുൾ വയലൻസ് ആണ്. അവര് പറഞ്ഞ പോലെ ചോരപ്പുഴയൊക്കെ ഫുള്ള് ചോരയാണ്. ഫുള്ള് നമുക്ക് കണ്ടിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാഫ് ഇച്ചിരി ലാഗായിട്ട് തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭീകര വയലൻസ് ആണ്. പിള്ളേരൊന്നും ഒരിക്കലും ഭയങ്കര വയലൻസോടെ വയലൻസ് വയലൻസ് ഭയങ്കര കൂടുതലാണ്. കൊള്ളാം, അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ അവര് പറഞ്ഞ പോലെ ചോരപ്പുഴയും ബഹളവുമാണോ? മേക്കിംഗ് ഒക്കെ അടിപൊളി, സ്റ്റോറിയും അപ്പോൾ എങ്ങനെയുണ്ട് ചോരപ്പുഴയും ബഹളമാണ് പടം? നല്ല സിനിമ. എങ്ങനെയുണ്ട് ആക്ഷനൊക്കെ? ആക്ഷൻ സൂപ്പറാ, അടിപൊളി, ഒരു രക്ഷയില്ല. ആക്ഷനൊക്കെ അയ്യോ ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട്. ഒരു ഹൈപ്പ് കൊടുത്തതിൻ്റെ ആ ഒരു ഇതുണ്ട്. പിന്നെ എല്ലാവരും കൊള്ളാം. ഉണ്ണിമോഹൻദൻ, ജഗദീഷ്, സിദ്ദിഖ് എല്ലാവരും കൊള്ളാം, സൂപ്പറായിട്ട്. എങ്ങനെയുണ്ട് ആക്ഷൻ സീൻസ്? ആക്ഷൻ സീൻസ് ഒക്കെ നല്ല റോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എ സർട്ടിഫിക്കറ്റ് കൊടുത്തത് നല്ലതായി, കാരണം അത്രത്തോളം റോ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. കിടിലാണ്. ബ്ലഡ് ബാത്ത് ആണ് പടം. സെക്കൻഡ് ഹാഫ് മൊത്തം ബ്ലഡ് ബാത്താണ്. ശരി, വയലൻസിന്റെ അയ്യരില്ല, കില്ലൊന്നും ഒന്നുമല്ല.